വെൽക്കം ബാക്ക് ടു അവർ ഡേ സ്റ്റഡിക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാഷി ടേപ്സ് ആണ്. അപ്പോൾ ഞാൻ ഗ്രീൻ തീമാണ് ഉദ്ദേശിക്കുന്നത്. എന്തായി വരുമെന്ന് അറിയില്ല. അപ്പം ആദ്യം തന്നെ അത് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കാം. അത് എടുത്തിട്ട് ഒരു 8 എണ്ണം 2 സെൻറ്റിമീറ്റർ പോയിൻറ്റിൽ 8 എണ്ണം കുത്തായിട്ട് ഇട്ട് കൊടുക്കുക, പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താക്കുക, അത് നേരെയായി ഓരോന്നും അതിൻ്റെ കറക്റ്റ് രീതിയിൽ തന്നെ ഓരോന്നും ഇതേ പടിയിൽ ഇങ്ങനെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ചെയ്യണേ. അതിനുശേഷം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നീളം ഒരേതുപോലുള്ള രണ്ടെണ്ണം 2 സെറ്റായിട്ട് ഒരു 4 സെറ്റായിട്ട് 2 വീതം ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ടേ അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റർ കളറ് വേണമെങ്കിൽ പോസ്റ്റർ കളറും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ലാസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്നെല്ലാം കാണിക്കുന്നുണ്ട്, തട്ടിക്കൂട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് പെയിൻറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൈറ്റ് പെയിൻ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഞാൻ കുറച്ച് ഗ്രീനും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ മതിയേ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ തീമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ തീമിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്രീൻ കളറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ലൈറ്റ് ആക്കുക. അപ്പോൾ അത് കട്ടി കൂട്ടുകയും ചെയ്യുക, കട്ടി കുറയ്ക്കുകയും ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഗ്രീൻ തീമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഗ്രീന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ലോണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ്. ഞാനിപ്പം ഇത്രയാണ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തത്, 2 എണ്ണം. അപ്പോൾ അതിൽ ഒരു 2 സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലേ. അപ്പോൾ 4 സെറ്റാണ് ഉള്ളത്. അപ്പോൾ 2 വീതം വെച്ചിട്ടില്ലേ. അതിൽ ഒരു സെറ്റിൽ 1 എടുക്കുക. അപ്പോൾ മറ്റേ ഗ്രീനും വൈറ്റും നിങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീന് കുറച്ചും കൂടി ലൈറ്റായിട്ടുണ്ടാവും. അതെന്താക്കാൻ ഇവിടെ നല്ല ലൈറ്റായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് കിട്ടിയ കളറില്ല, ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ആ ഗ്രീൻ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ വേഗം ചെയ്യട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ അതിനകത്ത് കുറച്ചും കൂടി ഗ്രീൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇത്തിരി കട്ടിയുള്ളതും കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 3ാമത്തെ സെറ്റിൽ നിന്ന് 1 എടുത്തിട്ട് ഞാൻ അതിനകത്തും കുറച്ചും കൂടി ഗ്രീൻ ഇതാക്കിയിട്ട് കുറച്ചും കൂടി കട്ടിയാക്കി. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 3 എണ്ണമാണ്. ഒന്ന് ലൈറ്റും അതിൻ്റെ കുറച്ചും കൂടി ഡാർക്കും അതിനേക്കാൾ ഡാർക്കുള്ളതും. ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഈ 3 കളറും ചെയ്തിട്ട് അതിൻ്റെ പിന്നെ കുറച്ചും കൂടി ഗ്രീൻ ആഡ് ചെയ്താൽ ഒരു കട്ടിയായിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്തോ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണ്. തട്ടിക്കൂട്ടാണെങ്കിലും ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ആണ് ഞാൻ അതിൻ്റെ മുകളിൽ വരയ്ക്കുന്നത് ആദ്യം. അപ്പോൾ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കട്ടിയായിട്ടുള്ള
ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തന്നെ രാത്രിയാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോ എടുക്കുമ്പോൾ രാത്രി ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യലാണ്, അധികം വോയിസ് ഓവർ ചെയ്യലാണ്. അപ്പോൾ രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു തലയിൽ വന്ന പാറ്റേൺ ഞാൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്രിഡ് ലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ 3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നാലാമത്തതിൽ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ള വാഷി ടേപ്സിൻ്റെ ഇത്. അപ്പോൾ അതിനെ ഒന്നും കൂടി എടുത്തിട്ട് അത് 2 ഇതേപോലെ തന്നെ ആ ബാക്കിയുള്ള ഒന്നും നിങ്ങൾക്ക് ചെയ്തിട്ട് അത് 2 കൂടി ഒട്ടിച്ചിട്ട് ഒരു റോൾ പോലെ ആക്കിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ മതി. അപ്പോൾ മറ്റേ ഇത് വെക്കാനുള്ള ഒരു റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫേസ്റ്റ് തന്നെ എന്താക്കാൻ, നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എന്താക്കാൻ, നല്ല രീതിയിൽ തന്നെ ഗ്ലൂ സ്റ്റിക്കോ അല്ല ഫെവിക്കോളോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഇതാക്കുക. അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്ത് റൗണ്ടായിട്ട് ഇങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടുക. അതേപോലെ ഞാൻ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പരമാവധി ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഇതാക്കുന്നുണ്ട്, പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഒട്ടുന്നില്ല. അന്നേരം എനിക്ക് ഫെവിക്കോൾ തന്നെ വേണ്ട വന്നു. അപ്പോൾ ഓരോന്നായിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ തന്നെ നിങ്ങൾക്ക് കാണുമായിരിക്കാം പിന്നെ ഇളകി വന്നത്. എന്നിട്ട് ഞാൻ പിന്നെയും ഗ്ലൂ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നല്ല രീതിയിൽ ഒട്ടിയത്. പരമാവധി ഞാൻ നല്ല രീതിയിൽ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇതിന്. ഇപ്പം നമ്മൾ ഡൈ ആണല്ലോ ചെയ്യുന്നത്, നമ്മൾ ബ്ലൂ ആയിട്ടുള്ള ടൈപ്പല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറോ എല്ലാം കാർഡ്ബോർഡോ, ഇപ്പോൾ ചെറിയൊരു മറ്റേ ഇതൊക്കെ നോട്ട്ബുക്കിൻ്റെ എല്ലാം ചട്ട ഉണ്ടാവില്ലേ, ആ ചട്ടയിൽ നിന്ന് ചെറിയ പീസെല്ലാം കയറിയിട്ട് ഇങ്ങനെ മറ്റേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്നായിട്ടും ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് ഒട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ഫെവിക്കോളൊക്കെ എടുത്തിട്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ 4 ഇവിടെ ഞാൻ റെഡി ആക്കിയിരിക്കുകയാണ് കേട്ടോ. 4 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് തട്ടിക്കൂട്ടായിട്ടൊന്ന് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കിംഗ് ആണോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ